ഹായ്, എന്താ പാട്? സുഖല്ലേ? ഞാൻ ഫാത്തിനെ കുറിച്ചിട്ട് ഫാത്തിയുടെ മുമ്പ് അറിയാവുന്ന ഒരു പെണ്ണ് എന്നോട് സംസാരിച്ചത് ഒരു കോൾ റെക്കോർഡ് ആക്കിയിട്ട് ഞാൻ മിനിഞ്ഞാന്ന് പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പം അതിൽ പലതരം കമന്റ് വന്നിരുന്നു. പെണ്ണും അത്ര വെടിപ്പല്ല, അതുകൊണ്ട് അതിന്റെ പുറകെ പോകണ്ട, പിന്നെ ഫാത്തി നല്ലതാണെന്ന് ഞങ്ങൾക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല, പക്ഷേ ഈ പെണ്ണിനെ വിശ്വസിച്ചിട്ട് അതിന്റെ പുറകെ പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ് വന്നിരുന്നു. അതിന്റെ ഇടയ്ക്ക് 1-2 കമന്റ് കണ്ടു. എന്ത് ഷെരീഫെ, ഇത് സ്ക്രിപ്റ്റ് ആണോ, ഫാത്തിനെ ഇതാക്കാൻ വേണ്ടി സ്ക്രിപ്റ്റ് വല്ലതും ഉണ്ടാക്കിയതാണോ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ അതിനൊന്നും ഞാൻ കമന്റ്സ് വഴി ഒന്നും റിപ്ലൈ കൊടുത്തിട്ടില്ല. അതെന്തുകൊണ്ടറിയോ? ഇതിന്റെ അടുത്ത് ഒരുപാട് തെളിവുകൾ, ഇതിലേറെ വലിയ തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. അതൊന്നും ഞാൻ പോസ്റ്റ് ചെയ്യാണ്ട് അങ്ങനെ വെച്ചതാണ്. ഇപ്പൊ ഞങ്ങൾക്കൊരു വോയിസ് കേൾപ്പിച്ചു തരാം. അത് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, ഈ ഫാത്തിയുടെ സ്വന്തം ഭാര്യ തന്നെ, അതായത് നിലവിൽ ഇപ്പോഴും ഭാര്യ തന്നെയാണ്. ആ ഭാര്യയാണ് എനിക്ക് വിട്ടൊരു വോയിസ്. ഞാൻ അവരുടെയും കൂടി പെർമിഷൻ ഇല്ലാണ്ട് ഞങ്ങൾക്ക് കേൾപ്പിക്കുകയാണ്. അതെന്താന്ന് ചോദിച്ചാൽ ഇപ്പൊ എനിക്കത് ആവശ്യമാണ് നിങ്ങളെ കേൾപ്പിക്കല്. ഞാൻ അവരോട് തന്നെ പറഞ്ഞു, എന്തറിയോ, ഈ ഫാത്തിനോടുള്ള ദേഷ്യം കൊണ്ട് മാത്രമാണോ ഞാൻ ഈ ഫാത്തിക്കെതിരെ വീഡിയോ ചെയ്യുന്നത് എന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. എന്നാൽ അതല്ല, ഞാൻ ആ മക്കളുടെ ഭാവിയെ കുറിച്ചിട്ടും കൂടി എന്റെ മനസ്സിൽ എപ്പോഴും വലിയ ചിന്തയാണ്. കാരണം എനിക്കറിയാം ഇവനെ കുറിച്ചിട്ട് നിങ്ങൾ ആരെന്ത് പാട്ട് പാടിയാലും ഇതിന്റെയൊക്കെ പുറകില് എന്താണ് നടക്കുന്നത്, എങ്ങനെയാണ് ഇവരുടെ ലൈഫ് എന്നുള്ളത് ഉത്തമ ബോധ്യം എൻ്റെ അടുത്തുണ്ട്. അതിന്റെ എല്ലാ അറിവും എൻ്റെ അടുത്തുണ്ട്. ഇതൊക്കെ ഞാൻ അറിഞ്ഞ പോലെയുള്ള സത്യങ്ങൾ നിങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾക്കും അവനെ മനസ്സിലാവും. ഇതുവരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു വിശ്വാസ കമ്മി ഉണ്ടെങ്കിൽ ഞാൻ ഈ ഫാത്തിയുടെ സ്വന്തം ഭാര്യ പറയുന്ന ഒരു വോയിസ് ഇപ്പൊ ഞാൻ കേൾപ്പിച്ചു തരാം. അത് നിങ്ങളൊന്ന് കേട്ടിട്ട് ഞാൻ അതിന്റെ മറുപടി പറഞ്ഞുതരാം. ആദ്യം ഈ വോയിസ് ഒന്ന് കേൾക്കും. ഹലോ ഷെരീഫേ, ഞാൻ ഇന്നവരെ ഒരു ഹെൽപ്പ് ചോദിച്ചിട്ട് ഞാൻ വന്നിട്ടില്ല. അവന്റെ പല വീഡിയോസും നിങ്ങൾ ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒന്നും ഇതുവരെ ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. എൻ്റെ മോളെ ഒരവസ്ഥ, ഒരു ഉമ്മ വളർത്തുന്നതും ബാപ്പ വളർത്തുന്നതും തമ്മിലുള്ള വ്യത്യാസമാണത്. ഏതോ ഒരു കള്ളുകുടിയന്റെ വെറും ചെടിയോ ട്രൗസർ എന്തോ മാത്രം ഇട്ടിരിക്കണ ഒരു കള്ളുകുടിയന്റെ മടിയിൽ ഇത്ര കൂളായിട്ടാണ് എന്റെ മോളെ കൊണ്ടിരുത്തിയിട്ടുള്ളത്. അത് അർദ്ധരാത്രി. ആ മോളെ മുഖത്തേക്കൊന്ന് നോക്ക. ആ കുട്ടീന്റെ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഇതിന്റെ ഫുൾ വോയിസ് ഞാൻ കേൾപ്പിച്ചു തരാം. അതിന് മുമ്പ് ഞാൻ ഈ വിഷയം പറയാം. കാരണം വോയിസ് മാത്രം കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇപ്പൊ ഇന്നലെ രാത്രി വേറൊരു അക്കൗണ്ടിൽ ഈ ഫാത്തിയുടെ ഈ മോളും ആയിട്ടുള്ള ഒരു വീഡിയോസ് ഇറങ്ങിയിരുന്നു. അതിലെന്താന്ന് ചോദിച്ചാ, ഈ ഫാത്തിക്ക് ചിലപ്പോൾ കണ്ടാൽ കുഴപ്പമുണ്ടാവില്ല, നമുക്ക് ആർക്കും കണ്ട ചിലപ്പോൾ അതിൽ ഒരു എന്താ പറയാ തെറ്റിദ്ധാരണയുടേതോ അതല്ലെങ്കിൽ ഒരു മോശമായിട്ടോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യൂല. പക്ഷെ പെറ്റ വയറുണ്ടല്ലോ, അവർക്കൊരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയൂല. അത്തരത്തിലുള്ളൊരു വീഡിയോ ആണ് വന്നത്. എന്നാൽ അതിലെന്താ മോശം എന്ന് ചോദിച്ചാൽ ഒരു മോശമല്ല. ഒരു ഉമ്മാക്ക് ഒരിക്കലും അംഗീകരിക്കാനോ അതല്ലെങ്കിൽ ഒരു ഉമ്മാടെ തണലിൽ വളരുന്ന ഒരു മോളെ അത്തരത്തില് വേറൊരാളുടെ മടിയിൽ കൊണ്ടുവരുത്താനും അവരവരുടെ ഇഷ്ടത്തിന് ഈ ചെറിയ പെൺകുട്ടികളെ തലോടുന്നതും തടവുന്നതും ഇതൊക്കെ കാണുമ്പോൾ മറ്റാർക്ക് സഹിച്ചാലും ഈ പ്രസവിച്ച ഈ ഉമ്മാക്ക് ഒരിക്കലും സഹിക്കൂല. അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. ഞങ്ങൾക്ക് ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് ആദ്യം കാണി. വീഡിയോയിൽ ഞാൻ ഫേസിന് സ്റ്റിക്കർ വെക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയോ? കാരണം ഇത് ആ ഉമ്മ എന്നോട് പറയാനുള്ള റീസൺ എന്താണ്, കാരണം എന്താണെന്ന് നിങ്ങളെ ബോധിപ്പിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വെക്കുന്നത്. ഇതിന്റെ ഒറിജിനൽ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലി മെസ്സേജ് വിട്ട് തന്നാൽ ഞാൻ അത് വിട്ടു തരാം. ഇത് ഒരിക്കലും എൻ്റെ അഭിപ്രായമല്ല. കാരണം ആ കുട്ടിയെ മടിയിലിരുത്തിയ ആളെ എനിക്കറിയൂല. അവരോട്ട് എനിക്ക് ദേഷ്യമല്ല. അയാൾ എത്രക്കാരനാണ്, എങ്ങനത്തെ സ്വഭാവമുള്ള ആളാണ് എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ലോകം മുഴുവൻ ഇതിനെ എന്താ പറയാ താലോലിക്കുക എന്ന് പറഞ്ഞാലും ഒരു ഉമ്മാക്ക് ചിലപ്പോ അതൊരു താലോലായി തോന്നൂല ഒരിക്കലും എന്ന് ഞാൻ എടുത്തു പറഞ്ഞതിന്റെ റീസൺ അതാണ്. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ 6 മാസം 8 മാസം 10 മാസം 1 വയസ്സ് ഇതൊക്കെയാണ് ഇപ്പൊ ചില നിരമ്പന്മാര് അവരുടെ ഈ ജാതി കഴപ്പ് തീർക്കാൻ ഉപയോഗിക്കുന്ന പ്രായം. എങ്ങനെ ഞാൻ പറഞ്ഞ ഈ പ്രായമാണ് ഇപ്പോ നിങ്ങൾ കേൾക്കുന്നില്ലേ? ഓരോരുത്തര് 80 വയസ്സുള്ള ഒരു കിളവം പീഡിപ്പിക്കുന്ന കുട്ടിയുടെ പ്രായം എത്രയാണ്? എത്ര കേസ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടു വളർന്നിട്ടും ഇതൊക്കെ കണ്ടറിയുന്ന ഒരു ഉമ്മാക്ക് ഒരിക്കലും ഇതൊരു കൊഞ്ചലോ തലോടലോ ആയിട്ട് ഫീൽ ചെയ്യൂല. കാരണം എന്താ, ഈ കുട്ടി ഇതിന്റെ ഉമ്മാടെ കയ്യിലാണെങ്കിൽ ഒരിക്കലും അതിപ്പോ ഇനി എത്ര വലിയ ബന്ധമുള്ള ആളായിക്കോട്ടെ
ആ കുട്ടിയെ ആ മടിയിലിരുത്തിയിട്ട് ഇത്തരത്തിലുള്ളൊരു കൊഞ്ചും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി അങ്ങനെ നന്മമരായിട്ട് വിശ്വസിക്കുന്നവര് ഇടയ്ക്ക് ആ ചാനലൊക്കെ എടുത്തിട്ടൊന്ന് നോക്ക്, നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. ഇപ്പൊ സ്വന്തം ഉമ്മാക്ക് മോന്റെ അടുത്തിരിക്കാൻ പറ്റാത്ത കാലാണ്, അതുപോലെ തന്നെ മോൾക്ക് വാപ്പാടെ അടുത്തിരിക്കാൻ പറ്റാത്ത കാലാണ്. അപ്പൊ അത്രയും മോശപ്പെട്ടൊരു കാലത്തിലൂടെയാണ് നമ്മളിപ്പോ കടന്നുകൊണ്ട് പോയിരിക്കുന്നത്. അപ്പോൾ ആരെ എന്തെന്നറിയാത്ത ഒരാളുടെ കയ്യിൽ ഈ പെൺകുട്ടികളെ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കണമെങ്കിൽ മക്കളെ വില എന്താണെന്ന് അറിയണം. അത് ഈ ഫാത്തിക്ക് എന്തായാലും ഇല്ല. കാരണം ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ അല്ലേ, ഞാൻ ഇന്നലെ ഫാത്തിക്കെതിരെ ഒരു പെണ്ണ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇട്ട വീഡിയോക്ക് ഓനൊരു മറുപടി പറഞ്ഞേക്കണു. ആ മറുപടി എന്താന്ന് ചോദിച്ചാൽ അവൻ പറയുന്നത് ഏതൊരു പെണ്ണിന്റെ പേര് ഓർത്തെടുത്തിട്ട് പറയാണ്, അവളാണെന്നുണ്ടെങ്കിൽ അത് ശരിയായിരിക്കും, ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെയല്ല. ഓളെ കഴപ്പിന് എന്നെ വിളിച്ചതാ, ആ കഴപ്പ് ഞാൻ ശരിക്കാണ് തീർത്തു കൊടുത്തു. എന്നിട്ട് എങ്ങനെയൊക്കെയാണ് അത് തീർത്തു കൊടുത്തതെന്ന് അടക്കം അവൻ പച്ചയായി പറയുന്നുണ്ട്. പിന്നെ ഇവനിക്ക് എങ്ങനെ അറിയോ? ഞാൻ പറഞ്ഞില്ലേ, ഇവൻ എന്ത് വെല്ലുവിളി നടത്തിയാലും എത്ര വലിയ ഡയലോഗ് അടിച്ചാലും 1 മണിക്കൂർ 1/2 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ, അതല്ലെന്നുണ്ടെങ്കിൽ മാക്സിമം പോയാൽ 1 ദിവസം അതിൻ്റെ ഉള്ളിൽ ഇപ്പം ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യും. അതെന്താ സംഭവം എന്നറിയോ? അതിൻ്റെ ട്രിക്ക് നിങ്ങൾക്ക് പലർക്കും ഇപ്പോഴും പിടുത്തം കിട്ടിയിട്ടില്ല. ഇവൻ കെട്ട് തലക്ക് പിടിക്കുമ്പോഴാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? പിന്നെ പുറത്തിറങ്ങുമ്പോൾ മറ്റുള്ളവർ പറയും, എന്ത് വീഡിയോ ആണ് ഫാത്തിജി ചെയ്തിരിക്കണത്, എന്താ അങ്ങനെയൊക്കെ പറയുന്നത്, മറ്റുള്ളവർ കേൾക്കൂലെന്ന്. അപ്പോഴാണ് ഇവ ആലോചിക്കുക, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിക്കണോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തിക്കണോ, ഇന്നാ ഡിലീറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോഴാണ് എനിക്ക് സ്വയബുദ്ധി വരുന്നത്. ഇതാണ് സംഭവിക്കുന്നത്. നിങ്ങൾ എന്തേ വിചാരിച്ചു? ഓനോന്റെ സ്വയബുദ്ധിയിൽ എവിടെ ഇഞ്ചക്ഷൻ വെച്ചിക്കണു, ഇഞ്ചക്ഷൻ ഒന്നും ഇല്ലല്ലോ, ഇതാ ഇങ്ങോട്ട് നോക്കാം എവിടെ ഇഞ്ചക്ഷൻ വെച്ചിക്കണു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇഞ്ചക്ഷൻ വെച്ചതല്ലേ ഇപ്പൊ കാണിക്കുക അല്ലെ? ആ സ്ത്രീ എങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ ആ സ്ത്രീ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഈ ആ റെക്കോർഡിലും അതല്ലാതെ പേഴ്സണലി പറഞ്ഞ കാര്യങ്ങൾ, പിന്നെ മാത്രമല്ല അവിടുന്ന് വേറെയും ഈ സ്ത്രീക്ക് വേണ്ടിയിട്ട് എന്നോട് സംസാരിച്ചിരുന്നു. അവരൊക്കെ പറഞ്ഞതാണ്, അവൻ പറയുന്നതൊന്നും കൂട്ടണ്ട, പക്ഷെ ഈ സ്ത്രീയില്ലേ അത് നല്ലൊരു പെണ്ണാണ്, അതുകൊണ്ടാണ് അവരുടെ അടുത്തൊരു തെറ്റുമില്ലാത്തതിന്റെ പേരിലാണ് അവർ ഇത്ര ഓപ്പൺ ആയിട്ട് പിന്നെ ഇത് നിന്നോട് വന്ന് പറഞ്ഞേക്കണേ. നീ ആര് വിശ്വസിച്ചില്ലെങ്കിലും നീയെങ്കിലും വിശ്വസിക്കണം കേട്ടോ എന്ന്. അപ്പൊ ഞാൻ അവരോട് തന്നെ പറഞ്ഞു, ആരെന്ത് പറഞ്ഞോട്ടെ, നമ്മളൊരു വീഡിയോ ചെയ്ത അഭിപ്രായം പറയാൻ അവർക്കൊക്കെ അവകാശമുണ്ട്. അത് അവരുടെ റൈറ്റ്സ് ആണ്, അത് അവർക്ക് വിട്ടുകൊടുക്കുക. എല്ലാവരെയും നമ്മൾ നടന്ന് വിശ്വസിപ്പിക്കണം എന്നൊന്നുമില്ലല്ലോ. പിന്നെ ഫാത്തി എന്താണെന്നുള്ളതും, ഫാത്തി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മറുപടിയാണ് പറഞ്ഞത്. അത് കെട്ടറിഞ്ഞപ്പോൾ ഓനാണ്ട് ഒഴിവാക്കും ചെയ്തു. ആ വീഡിയോ എൻ്റെ അടുത്തുണ്ട്, അത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കേൾപ്പിച്ചുതരാം ആ വീഡിയോ. അതിൻ്റെ ഇടക്ക് വേറൊരുത്തം വന്ന് കമന്റ് ഇട്ടുക്കണം, ഇതുപോലത്തെ വക്കും മൂല്യം പൊട്ടിയ കുടുംബത്തിൽ ഒരു ഉപയോഗമില്ലാത്ത, അതായത് ചിലപ്പോൾ ഓന്റെ മക്കളെ പെണ്ണുങ്ങളി അല്ലെങ്കിൽ ഓന്റെ വീട്ടുകാർക്കൊക്കെ ഓൻ അങ്ങനെയൊക്കെ ചെലവിന് കൊടുക്കണേ. അതുകൊണ്ടാണല്ലോ ഇത്ര ഓപ്പൺ ആയിട്ട് ഇത് പറഞ്ഞത്. ഓൻ പറഞ്ഞത് എന്താന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചുതരാം. ഒന്ന് കണ്ടോക്കാണി. ഈ ഫാത്തി ഒരു പെണ്ണിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ അടുത്ത് പോയിട്ട് ഓൻ ചെയ്ത് കൂട്ടിയത് എല്ലാ തെമ്മാടിത്തരം വിളിച്ച് പറയാട്ടോ, ഒരു എളുപ്പമില്ലാണ്ട്. ആ വീഡിയോയുടെ താഴെ അടിച്ച കമന്റാണ്. ഇവന്റെ പേര് ഷാഫി, ഇവന്റെ ഫുൾ നെയിം ഞാൻ കാണിക്കാം. പിന്നെ അവൻ അടിച്ച കമന്റ് ഞങ്ങൾക്ക് ഇപ്പൊ ഒന്ന് വായിച്ചുതരാം. കൂടാതെ അവന്റെ പ്രൊഫൈൽ ഫോട്ടോ, അവന്റെ പേര് ഷാഫി എന്നാണ്. അതായത് അവൻ എന്താ അടിച്ചിരിക്കണെന്ന് ചോദിച്ചാൽ, ആ ഷെരീഫ് എന്ന് പറയുന്ന മുച്ചിറിയൻ ചെക്കൻ ഗൾഫിലെ പണിയൊക്കെ നിർത്തി ഇമാതിരി അപരാധം പറഞ്ഞ് കുടുംബത്തിലെ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കാൻ തുടങ്ങിയെന്ന്. അതായത് അവന്റെ ഫോട്ടോ അടക്കം കേട്ടോ, അവന്റെ ID ഇതില് മറ്റേ എനിക്ക് ഉള്ളിൽ കയറി അവന്റെ പ്രൊഫൈലിൽ എടുക്കാൻ അറിയാനിട്ടല്ലതാ, ഇവനാണ് ആള്. കണ്ടോ കണ്ണടയൊക്കെ വെച്ചിട്ട് ഓനോന്റെ ഉമ്മാക്കും വാപ്പാക്കും ഓന്റെ പെണ്ണുങ്ങൾക്കും മറ്റേ മക്കൾക്കൊക്കെ ഇങ്ങനെയായിരിക്കും ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നത്. ഇവനെ പോലത്തെ വക്കും മൂല്യം പൊട്ടിയെ എങ്ങനെ പയച്ചുണ്ടായതാവോ ഇവനെ. ഞാൻ ഇവനെ പറയാൻ കാരണം ഇവൻ അത്രേ ക്വാളിറ്റി ഉള്ളൂ എന്നുള്ളത് ഓൻ തെളിയിച്ചു. ഓൻ എങ്ങനെ ഉണ്ടായാലും ശരി, അന്നോടാ ഞാൻ പറയുന്നു, മോനെ ഷാഫിയെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു പെണ്ണിന്റെ ഐഡിയ കണ്ടു കഴിഞ്ഞാൽ അവിടെ കയറിയിട്ട് ഇങ്ങനെ തേനൊലിപ്പിച്ചിന പരിപാടി ഇല്ലേ, ജി കാട്ടുകോയിയാണെന്നുള്ളത് എന്റെ പ്രൊഫൈല് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. ഏത് പെണ്ണുങ്ങൾ തുണിയില്ലാതെ നിൽക്കുകയാണെങ്കിലും പകുതി തുണിയിൽ നിൽക്കുകയാണെങ്കിലും ഇവന്റെ കമന്റ് അതിന്റെ അകത്തും ലൈക്ക് അതിന്റെ അകത്തും ഉണ്ടാവും. ആ അപ്പൊ ഇന്റെ കുടുംബത്തിന് കുടുംബചരിത്രം പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കണേ. ഓനങ്ങോട്ട് മാറ്റി നിർത്തുക, അത് തീട്ടക്കേസ് പുറമ്പോക്ക്, അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് എന്താ അറിയോ, ഇപ്പോ ഈ ഉമ്മ പറഞ്ഞ വിഷയത്തെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതിന്റെ മുമ്പ് ഇവൻ പറഞ്ഞ വിഷയമുണ്ട്, ആ വീഡിയോ എൻ്റെ അടുത്തുണ്ട്. പക്ഷെ ആ വീഡിയോ എന്താ അറിയോ,
നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ഒരു അത്രയും പബ്ലിക്കിൽ വന്ന് നിന്നിട്ട് ഓൻ എന്തൊക്കെയാ ഒരു പെണ്ണിനെ ചെയ്ത് എന്നുള്ളത് ഓപ്പണായിട്ട് ഓൻ പറയാ. ആ വീഡിയോ ഡിലീറ്റ് ആക്കി, പക്ഷെ ഞാനത് സേവ് ചെയ്തിക്കണു. അങ്ങനെയുള്ള ഓന്റെ വീഡിയോ സംസാരം ഇട്ടിട്ട് എന്റെ ചാനൽ ഞാൻ നശിപ്പിക്കണില്ല. പക്ഷെ ഞാനത് ഇടും, അതിനൊക്കെ ടൈം ആകട്ടെ. അതുവരെ ഓനൊന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഈ വോയിസിന്റെ ബാക്കി ഞാനൊന്ന് കേൾപ്പിച്ചുതരാം, നിങ്ങളൊന്ന് കേൾക്കി. ഈ വീഡിയോ വന്നപ്പോ എന്റെ ചങ്ക് പൊട്ടി പോവാ. കാരണം എന്റെ മടിയിൽ എന്റെ മോള് ഇരിക്കണതും ആ കുട്ടിന്റെ മുഖത്തെ ഒരു ഭാവം ഇത് കണ്ടിട്ട് എന്താ പറയാ, വല്ലാത്ത ഇടങ്ങേറ് വരിക. ഞാൻ കൊറേ കരഞ്ഞ് ഞാൻ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്റെ മോളൊരു അവസ്ഥ ആലോചിച്ചിട്ട് എന്താ പറയാന്നറിയണില്ല. ഇന്നിപ്പോ ഇത് കണ്ട മുതൽക്ക് ഒരു സമാധാനം അതല്ല. ചെങ്ങായിക്ക് എന്താ ചെയ്യാ? ഞാൻ ഈ ചെങ്ങായിനോട് പറഞ്ഞു എനിക്കൊന്നും അടച്ചിപ്പിക്കേ, എനിക്കെന്റെ ഗോൾഡ് 17 പവന്റെ ഗോൾഡ് പുഴുങ്ങി തിന്നിട്ടുണ്ട്. എന്നെ കെട്ടി 3 മാസമായപ്പോ മൊത്തം ഗോൾഡ് എടുത്തിട്ടുണ്ട്. ഞാൻ പറയാം എനിക്കത് വേണ്ട, എന്റെ കേസ് മൊത്തം ഞാൻ പിൻവലിച്ചു തരാം, ഈ മക്കൾക്ക് ചെലവിനും തരണ്ട, ഇനി എന്റെ കയ്യിൽ തന്നതിന് ശേഷം നമ്മൾ ഓൻ്റെ അടുത്ത് ചെലവിന് വാങ്ങൂല, അതും തരണ്ട, എനിക്ക് ഇതിന്റെ മക്കളൊന്ന് മാത്രം തന്നാ മതി. വെറും ചെടിയോ ട്രൗസർ എന്തോ മാത്രം ഇട്ടിരിക്കണ ഒരു കള്ളുകൂടി എന്റെ മടിയിൽ ഇത്ര കൂളായിട്ടാണ് എന്റെ മോളെ കൊണ്ട് എത്തിയിട്ടുള്ളത്. അർദ്ധരാത്രി ആ മോളെ മുഖത്തേക്കൊന്ന് നോക്കുക, ആ കുട്ടിന്റെ വിശ്വാസം. ഒരു ഇമ്മ ആണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യൂല. ആ കുട്ടീന്റെ ബാപ്പാനെ നോക്കുന്നുണ്ട്, പക്ഷെ ബാപ്പാന്റെ കാറിന്റെ മുമ്പിൽ വേറെ ഏതൊരു പെണ്ണിനെ ഇരുത്തിയിട്ട് മകളെ ഇരുത്താൻ സ്ഥലമില്ല. ഇവന്റെ വീഡിയോസ് മൊത്തം ഷോ ഓഫാണ്, ആളുകളെ കാണിക്കാനുള്ള ഷോ, അല്ലാണ്ട് സ്വന്തം മക്കളോട് സ്നേഹവും കാര്യമൊന്നുമില്ല. ഈ ഒരു മക്കളെ ഈ ഒരു അവസ്ഥയൊക്കെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. ഞാൻ ഇന്നേ വരെ ഒരു ഹെൽപ്പും ചോദിച്ചു വന്നിട്ടില്ല. പക്ഷെ ഈ മക്കളെ കിട്ടാൻ വേണ്ടിട്ട് എന്തെങ്കിലും നിങ്ങളെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുമോ? എനിക്ക് പറ്റണില്ല ഇതൊന്നും കണ്ടിട്ട് ഇവിടെ നിൽക്കാൻ വേണ്ടിട്ട്. ഞാൻ എന്നെ കൊണ്ട് കഴിയണ മാക്സിമം ഞാൻ നോക്കുന്നുണ്ട്. ഞാനിപ്പോ കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഞാൻ കേസിന്റെ പിറകെ തന്നെയാണ്. ഞാൻ എന്നെ കൊണ്ട് എന്റെ ചെറിയൊരു പരിവട്ടത്തിൽ നിന്നിട്ടുണ്ട് ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ വേണ്ട മാക്സിമം കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്, അവിടുന്ന് മക്കളെ കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷെ എന്റെ ഈ രീതിയിലാണ് എന്റെ മക്കളവിടെ ജീവിക്കാന്നുണ്ടെങ്കിൽ ഇതേ ഇപ്പൊ 2 ദിവസം മുമ്പ് കണ്ടിരുന്നു ഒരു ഡെസേർട്ടിൽ പോയിട്ടുള്ള ഒരു ഡാൻസ്, ഫുൾ തേവിടിച്ച് പെണ്ണുങ്ങള് അവര് കൂടെ തുള്ളിച്ചാടി ഡാൻസ് കളിക്കാം. അയാള് കളിച്ചോട്ടെ, അയാള് പോയിക്കോട്ടെ, അതെന്റെ മാറ്ററേ അല്ല. പക്ഷെ ഇയാള് എന്റെ മക്കളതിൽ കൂട്ടിയിട്ടാണ് ഇയാൾ വളർത്തുന്നത്. നല്ലത് ചൊല്ലിക്കൊടുത്ത് വളർത്തുന്നുണ്ടോ? കുട്ടികൾ മൊത്തം കേൾക്കണ അവിഹിതത്തിന്റെയും കാമുകിന്റെ കൂടെ കിടന്ന കഥയാണ്. ഇവന്റെ കൂടെ മക്കളെ കൂടെ ചെയ്യുന്ന ഓരോ വീഡിയോ ചെയ്യുന്ന പെണ്ണുങ്ങളും അത്രയും റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തിട്ട് കൊണ്ടെടുക്കുന്ന പെണ്ണുങ്ങളാണ്. അതെന്തോ ആവട്ടെ, ഇയാൾ പൊക്കോട്ടെ, ഇയാളെ ഞാൻ വെറുതെ വിട്ടുകൊടുക്കുക, അയാൾ ആരെ കൂടെ വേണമെങ്കിലും പൊക്കോട്ടെ. പക്ഷെ മക്കളെ സേഫായിട്ട് നാട്ടിലെത്തിക്കണം, മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, മക്കൾക്ക് കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ദൂരെ നിന്ന് അയാൾക്ക് വേണമെങ്കിൽ അയാൾ വല്ലപ്പോഴും വരുമ്പോൾ വന്ന് കണ്ടോട്ടെ, സംരക്ഷിച്ചോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഈ രീതിയിൽ മക്കള് ജീവിച്ചു പോയി കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് ഒരു ഭാവി ഇല്ലാണ്ടാവും. ഇതൊന്നും കണ്ട് നിക്കാൻ പറ്റണില്ല. കേട്ടങ്ങളെ, ഇതൊരു ഉമ്മ പറഞ്ഞതാ. ഇതിന് കമന്റോളികൾക്ക് എന്താ മറുപടി പറയാനുള്ളതെന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. അങ്ങനെ പറയുന്നവരോട് നിങ്ങൾക്കൊന്നും കുടുംബത്തിന്റെ വില എന്താന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആ ഒരു ഉമ്മ ആ ഒരു മക്കളെ കിട്ടാൻ വേണ്ടിയിട്ടാ. ഈ ഉമ്മാനെ എത്ര സമൂഹത്തിന്റെ മുമ്പിൽ ഇവൻ മോശക്കാരിയാക്കാൻ ശ്രമിച്ചാലും ശരി, ഇവനിക്ക് ആ മക്കളെ കിട്ടൂല. അതിന്റെ കാരണം എന്താ അറിയോ? ഇവൻ ലഹരിയുടെ ലോകത്ത് ജീവിക്കുന്നതാ. ആ ലഹരിയുടെ ലോകത്തേക്കാണ് ഈ മക്കളെ തള്ളിവിടണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളിലും പല ആളുകൾ അവന്റെ സൈഡ് പിടിക്കുന്നത്. ഇപ്പൊ ആ കുട്ടികളുടെ ഉമ്മ തന്നെ പറയുന്നത്, എന്റെ ഒന്നും വേണ്ട, എനിക്ക് എന്റെ ഗോൾഡ് എടുത്തോട്ടെ, അവന്റെ പേരിലുള്ള സകല കേസും ഞാൻ പിൻവലിച്ചു കൊടുക്കാം, അവന്റെ ജീവിതത്തിൽ ഒന്നിനും ഞാൻ ഇനി അങ്ങോട്ട് വരൂല്ല, അവനിക്ക് ഇഷ്ടമല്ല പോലെ അവൻ ജീവിച്ചോട്ടെ, ആരെ വേണേലും കല്യാണം കഴിച്ച് ജീവിച്ചോട്ടെ, എനിക്കെന്തായാലും അവനെ വേണ്ട, എനിക്ക് ആ മക്കളെ മാത്രം മതി, അത് മറ്റൊന്നിനും അല്ല. ആ മക്കൾക്ക് നല്ലൊരു ഭാവി വേണം, വിദ്യാഭ്യാസം കൊടുക്കണം, സമൂഹത്തിൽ ഉപകാരപ്പെടുന്ന ഒരു മക്കളാക്കി മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളോട് അറ്റ്ലീസ്റ്റ് ചെറിയ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇവനിക്ക് 3 മക്കളാ. എന്തുകൊണ്ടാണ് ഇവൻ ഈ പെൺകുട്ടിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നത്? ഈ മറ്റേ ആൺകുട്ടി എന്താ അവന്റെ കൂടെ അല്ലേ? എന്തുകൊണ്ട് ആൺകുട്ടിനെ അവൻ വീഡിയോ ഇടുന്നില്ല? എന്തുകൊണ്ട് അവൻ ചെറിയ മറ്റേ ഈ എന്താ പറയാ അവന്റെ അടുത്ത് ഇല്ലാത്ത ഒരു ആൺകുട്ടി നാട്ടിലുണ്ടല്ലോ, ഒരു ആണും ഒരു പെണ്ണും ആണല്ലോ ഇപ്പൊ അവന്റെ കയ്യിലുള്ളത്. മൊത്തം 3 കുട്ടികളാ. എന്തുകൊണ്ട് 2 കുട്ടികളെ മാത്രം അവൻ ചെലവിന് കൊടുക്കുന്നത്? അത് ഈ പെൺകുട്ടിനെ മാത്രം എന്താ ഇവൻ വീഡിയോയിൽ കൊണ്ടുവരുന്നത്? എന്തുകൊണ്ടാണ് അവൻ ആൺകുട്ടിനെ കൊണ്ടുവരാത്തത്? അപ്പൊ ഇപ്പോഴേ അവൻ മാസ്റ്റർ പ്ലാനിങ്ങിലാണ്.
ഇവന്റെ റീച്ച് എന്താ? ഇവന്റെ കഴിവാണോ? അല്ല. ഇവന് 4 ആളെ അറിയുന്നത് ഇവന്റെ കഴിവാണോ? അല്ല. ഇതൊക്കെ ഇവന് ഈ ചെറിയ പെൺകുട്ടിയിലൂടെ ഉണ്ടാക്കിയെടുത്തതാ. ഇവൻ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ഈ പെൺകുട്ടികളെ ഓരോരുത്തരും ഓരോ ഫാമിലി പരിചയപ്പെടണം. ഒരു കുട്ടി, അതായത് നമുക്ക് കണ്ട അങ്ങനെയാണല്ലോ, ഉമ്മല്ലാതെ വാപ്പ വളർത്തുന്ന എന്ന് പറഞ്ഞിട്ട്, പിന്നെ ആ കുട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ നന്നായിട്ട് കൊഞ്ചിക്കൊഴഞ്ഞ് നല്ല രസമാണ്. ആ കുട്ടിയുടെ വീഡിയോ കണ്ട ആർക്കും ഇഷ്ടപ്പെട്ടു പോകും. അത് അവന്റെ വലിയൊരു ട്രാപ്പാണ്. ഈ ട്രാപ്പിലാണ് പലരും വീഴുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? ഇപ്പൊ നിങ്ങൾ ഇവന്റെ ചില വീഡിയോ കണ്ടിക്കണോ? ഇവന്റെ അടുത്ത് ഏതെങ്കിലും പെണ്ണ് വന്നു നിന്നാൽ ഈ പെൺകുട്ടി ഓട്ടോമാറ്റിക് പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ നല്ല ചേർച്ചയാട്ടോ, അപ്പച്ചി നിങ്ങളും അവര് നല്ല ചേർച്ചയാണ് എന്നുള്ളത്. അപ്പോൾ ഞങ്ങളോ ഇതൊക്കെ വിട്ടുകൊടുക്കുന്ന നമ്പറാ ഈ കുട്ടിനെ വെച്ചിട്ട്. ഇവൻ തന്നെയാണ് ഈ കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയണം, ഇതൊക്കെ മറ്റേ തമാശയാണ്, എല്ലാവരും ഇഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ മുമ്പിൽ, ഈ പെണ്ണുങ്ങളെ മുമ്പിൽ വെച്ചിട്ട് ഈ കുട്ടി ചോദിക്കുക. അപ്പൊ എന്ത് ചെയ്യുക? കൂട്ടത്തോടെ ചിരിക്കുക. അത് വെച്ചിട്ട് പിന്നെ ഇവൻ ഏത് പെണ്ണിനോടാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ അടുത്തേക്ക് ഒരു കുളത്തിട്ട് കൊടുക്കാൻ നോക്കുക. ലോക ഫ്രോഡാവും. ഇവന്റെയൊക്കെ ഗെയിമും ഇവന്റെയൊക്കെ കളി ഇവന്റെയൊക്കെ പ്ലാനും അത് നിങ്ങൾക്ക് ഇപ്പോഴും പലർക്കും വ്യക്തമായിട്ടില്ല. പിന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ, എന്ത് വക്കും മൂലയൊക്കെ പൊട്ടിയ കുറച്ച് കമന്റോളി പെണ്ണുങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ അങ്ങനത്തെ, അതായത് കുടുംബമില്ല, കൂട്ടരില്ല, കെട്ടിയോല്ല, ആരുമില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയിട്ട് എന്താ പറയുക, അങ്ങനത്തെ രീതിയിൽ നടക്കുന്ന കുറച്ച് അത്തരത്തിലുള്ള പെണ്ണുങ്ങളും ഇവന്റെ കുറച്ച് കമ്പനികളുണ്ട്. ഓലൊക്കെ വന്ന് പട്ടിഷോ അങ്ങനെ കാണിച്ചു പോവുക എന്നല്ലാണ്ട് ഇതിന്റെയൊക്കെ ജെന്യൂനായിട്ടുള്ള കാര്യങ്ങളും ഇതിന്റെയൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളും അന്വേഷിച്ചാണ്ടല്ലോ, സത്യം പറഞ്ഞ ആ മക്കളുടെ കാര്യം ഓർത്താ നിങ്ങൾ പോലും കരഞ്ഞു പോകും. ഇപ്പൊ നിങ്ങൾ ഈ കാണിക്കുന്ന റീലല്ല റിയല്. ഇതിനൊക്കെ വേറൊരു വശമുണ്ട്. ആ വശം അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നല്ലൊരു ഉമ്മയാകണം, അതല്ലെങ്കിൽ നല്ലൊരു കുടുംബിനി ആകണം. ഇതൊന്നും അല്ലാത്തവരാണ്. ഉമ്മയെ തല്ലിയ 2 വശം പറയുന്ന നാടാണ് നമ്മുടെ നാട്. അപ്പോൾ ഇവനെ സപ്പോർട്ട് ചെയ്യാനും ആളുകളുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം കേട്ടോ, നിങ്ങളും ഈ തെറ്റിന് കൂട്ടു നിൽക്കുക എന്നുള്ളതാണ്. എന്തായാലും ഫാത്തിയുടെ പുറകെ നിന്ന് ഷെരീഫ് പിന്മാറി പോകണമെന്നുണ്ടെങ്കിൽ അത് ഷെരീഫിനെ വിചാരിക്കണം. ഫാത്തിനെ കൊണ്ട് ട്രൈ ചെയ്യാൻ പറ്റുവെച്ചെങ്കിൽ ട്രൈ ചെയ്തോ. അവൻ കുറെ വെല്ലുവിളിയൊക്കെ നടത്തിയല്ലേ, അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും, അത് ചെയ്യും ഇത് ചെയ്യുന്ന ഒക്കെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ വിട്ടാൻ നോക്കുള്ളൂ. പക്ഷെ ചെയ്ത് കാണിച്ചു തരണം, എനിക്ക് അത്രയേ ഉള്ളൂ. ഇത് തുടങ്ങിയത് ഇത് അവസാനിപ്പിക്കുന്നത് ഞാനാ. അത് ഇനി കണ്ടോ കേട്ടോ. ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുള്ളൂ, ഇനിയിപ്പോൾ ഒന്നിനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ഉമ്മാനെ എങ്ങനെയെങ്കിലും ദുബായിക്ക് ഏതെങ്കിലും സംഘടനയുടെ വഴിയെങ്കിലും കയറ്റിയിട്ട് അവരുടെ സത്യസന്ധമായ കാര്യങ്ങൾ അവിടുത്തെ നിയമത്തിനോട് പറയണം, എന്തൊക്കെ ഉണ്ടായി എങ്ങനെയൊക്കെ ഉണ്ടായി എന്നുള്ളത്. അതിനുള്ളൊരു സജ്ജീകരണം എനിക്ക് എന്തായാലും ആ സ്ത്രീക്ക് അതൊരു ഉമ്മ എന്നുള്ളൊരു പരിഗണന കൊടുത്തിട്ട് എനിക്കത് ചെയ്തു കൊടുക്കണം. അത് ഞാൻ ചെയ്തു കൊടുക്കും ചെയ്യും. അതിനുള്ള വഴികളാണ് ഞാൻ ഇപ്പം നോക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഫാത്തിക്ക് എന്തൊക്കെ നാരിക കളി കളിക്കാൻ പറ്റുമോ, എന്തൊക്കെ വെല്ലുവിളിക്കാൻ പറ്റുമോ അതൊക്കെ ഫാത്തിയുടെ ഇഷ്ടമാണ്, അത് ഇത് ചെയ്തോ. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞതാ, എൻ്റെ മനസാക്ഷിനെ തൊട്ട് ഞാൻ പറയാണ്, ഞാൻ ഈ ഫാത്തിക്ക് ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ ഫാത്തിക്കെതിരെ സംസാരിക്കുന്നതിലോ ഒരു പൊള്ളുണ്ടാവൂല. പൊള്ള് മീൻസ് ഒരു കളവുണ്ടാവൂല. അത് ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞൊരു വ്യക്തി ഈ ഫാത്തിയാണ്. എനിക്കത് മതി. അതുകൊണ്ട് കാണാൻ പോണ പൂരം ഞാൻ പറഞ്ഞറിയിക്കുന്നില്ല, അത് നിങ്ങൾ നേരിട്ട് തന്നെ കണ്ടോ. അപ്പോൾ ബൈ.